ഹലോ ഓൾ, നമ്മളിന്ന് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അടുത്ത മെത്തേഡ് നോക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നോക്കിയ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ്വർത്ത് മെത്തേഡായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺവേർഷൻ മെത്തേഡാണ്. കൺവേർഷൻ എന്ന് പറയുമ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് എങ്ങനെ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതിനുള്ള മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡാണെന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ട്രയൽ ബാലൻസ് ഇല്ല, ട്രയൽ ബാലൻസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളില്ല, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കാനുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലൊക്കെ വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ എത്രയാണ് സെയിൽസ് എന്ന് വേണം, പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇതൊന്നും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ കൺവേർഷൻ മെത്തേഡിൽ നമ്മൾക്ക് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് വേണം, സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ഡബിൾ എൻട്രി സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ ഡബിൾ എൻട്രി സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഡബിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെയും ചെയ്യേണ്ടി വരും. അതായത് ജേർണലൈസ് ചെയ്യേണ്ടി വരും. ജേർണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ട്രയൽ ബാലൻസിൽ നിന്ന് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ട്രയൽ ബാലൻസും P&Lഉം ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് വേണം, സെയിൽസിൻ്റെയും പർച്ചേസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണം. അത് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. ആ ഇൻഫർമേഷനൊക്കെ നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. കൂടാതെ അസറ്റ്സ്, ലയബിലിറ്റി, ഇതെല്ലാം നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കളക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു 7 സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട്. ഈ 7 സ്റ്റെപ്പ് പ്രൊസീജിയറിന് നമ്മൾക്കൊരു തിയററ്റിക്കലായിട്ട് പറയാനേ പറ്റുള്ളൂ. ഇൻ റിയൽ ലൈഫ് ഇത്രയും എളുപ്പമായിരിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് തിയററ്റിക്കലായിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൽ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിപ്പയർ ആൻ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. നമ്മൾക്ക് അറിയാം സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു ഫേമിൽ എന്താ പറയുക, അസറ്റ്സിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ലയബിലിറ്റീസ് എത്രയുണ്ട്, ക്യാഷ് എത്ര പേ ചെയ്തു എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മളൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ക്യാപിറ്റൽ പൊസിഷൻ അറിയാനും അസറ്റിൻ്റെ എന്താ പറയുക പൊസിഷൻ അറിയാനും ലയബിലിറ്റി എത്രയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. ക്യാഷ് ബുക്ക് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എത്രയാണ് ഡെറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഡെറ്റേഴ്സിൻ്റെ നമ്മൾക്ക് എത്രയാണ് കിട്ടിയേക്കുന്നത്, സപ്ലൈസിന് എത്ര പേയ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ വേറെ അസറ്റ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ വേണ്ടി എത്ര ക്യാഷ് കൊടുത്തു അല്ലെങ്കിൽ ക്യാഷ് പോയി അല്ലെങ്കിൽ നമ്മളുടെ ഫേമിലേക്ക് ക്യാഷ് എത്ര കിട്ടിയെന്നൊക്കെ അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും കണ്ടുപിടിക്കണം. ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, നമുക്കറിയാം സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ പേഴ്സണൽ അക്കൗണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. കടം തരാനുള്ളവരെയും കടം കൊടുക്കാനുള്ളവരെയൊക്കെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾക്ക് അതറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും അറിയാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾക്കൊരു അക്കൗണ്ട് ഉണ്ട്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഈ രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് എന്ത് പറ്റും, ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് നമ്മൾക്ക് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ക്രെഡിറ്റ് പർച്ചേസസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഇത് കൂടാതെ ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടും, ഡെറ്റേഴ്സിൻ്റെ നിന്ന് എന്തെങ്കിലും ബിൽസ് റിസീവബിൾ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കടം കൊടുക്കാനുള്ള ഒരു ക്രെഡിറ്റേഴ്സിന് നമ്മൾ ബിൽസ് പേയബിൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ആ ഒരു അക്കൗണ്ടും ആ രണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. നാലാമത്തെന്ന് പറയുന്നത് ഈ അക്കൗണ്ടുകൾ ക്യാഷ് അക്കൗണ്ട്, ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ബിൽസ് റിസീവബിൾ അക്കൗണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ടോട്ടൽ സെയിൽസും പർച്ചേസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, നമ്മൾക്ക് ക്രെഡിറ്റ് സെയിൽസും ക്രെഡിറ്റ് പർച്ചേസിൻ്റെയും ഡീറ്റെയിൽസ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടും ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തപ്പോൾ കിട്ടി അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസും ക്രെഡിറ്റ് പർച്ചേസും അറിഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് സെയിൽസും ക്യാഷ് പർച്ചേസും നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ മിക്കവാറും എൻട്രി ചെയ്യാറുണ്ട് അല്ലെ, ചെയ്യാറുണ്ട്, റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് സെയിൽസിൻ്റെയും ക്രെഡിറ്റ് പർച്ചേസിൻ്റെയും ഒപ്പം ക്യാഷ് സെയിൽസും ക്യാഷ് പർച്ചേസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസും കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേണ്ട ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം കിട്ടി അല്ലേ, സെയിൽസും പർച്ചേസും കിട്ടി. അതുപോലെ തന്നെ ബാക്കി ഡാറ്റ, നമ്മൾ ആ സെറ്റിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ അതെല്ലാം കളക്ട് ചെയ്യുക. അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾക്കറിയാം അരിത്തമെറ്റിക്കൽ അക്യുറസി അല്ലെങ്കിൽ രണ്ട് സൈഡിലും കൃത്യമായിട്ട് എമൗണ്ടൊക്കെ കൃത്യമായിട്ട് 500 എന്ന് എഴുതേണ്ടടുത്ത് 500 തന്നെയാണ് എഴുതിയേക്കുന്നത്, അല്ലെങ്കിൽ 1000 എന്ന് പോസ്റ്റ് ചെയ്യേണ്ട
അക്കൗണ്ടിൽ 1000 തന്നെയാണ് പോസ്റ്റ് ചെയ്തത്, എല്ലാം കൃത്യമായിട്ട് അറിയാൻ അല്ലേ, അരിത്തമെറ്റിക്കൽ അക്യുറസി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 505 രൂപ എന്ന് എഴുതേണ്ട ഒരു സ്ഥലത്ത് 550 പോയി മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ട്രയൽ ബാലൻസ് ടാലി ആവില്ല അല്ലേ. അപ്പോൾ ഒരു അരിത്തമെറ്റിക്കൽ അക്യുറസി ഈ പറഞ്ഞ കാര്യങ്ങളുടെ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം, എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം, ടാക്സേഷൻ്റെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾനെസ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്, അതെല്ലാം നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ആ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം അവിടെ ചെയ്യണം. ഇത് എത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഫൈനൽ അക്കൗണ്ട്സ്, അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് ട്രയൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾക്ക് ട്രയൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാം. അതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുന്നത് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടാണ്. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അല്ലെങ്കിൽ നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ കൺവേർട്ട് ചെയ്യുന്ന പീരീഡിൽ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ക്രെഡിറ്റ് സെയിൽസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ക്യാഷ് സെയിൽസ് ക്യാഷ് ബുക്കിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ടു ഓപ്പണിംഗ് ബാലൻസ്, ഇതൊരു ഫോമാറ്റാണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റാണ്. അതിലെപ്പോഴും എന്താ, ഡെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റാണ്. അപ്പോൾ അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ്. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, അത് ഓപ്പണിംഗ് ബാലൻസ് എഴുതുക. ടു ക്രെഡിറ്റ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് നമ്മൾക്ക് അറിയാമെങ്കിൽ അതെടുത്ത് എഴുതുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ബാക്കി ഇൻഫർമേഷൻ വെച്ച് ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. ഓക്കെ. നിങ്ങൾക്ക് എക്സാമിന് യൂഷ്വലി ചിലപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടാവും, ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടാവും, ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും, ബിൽസ് റിസീവബിൾ ഡിസോണേഡ് തന്നിട്ടുണ്ടാവും. നിങ്ങൾക്കപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാൻ സുഖമല്ലേ? ഇതെല്ലാം ആഡ് ചെയ്യുക, ബാലൻസിങ് ഫിഗർ എടുക്കുക, ക്രെഡിറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് തന്നിട്ടുണ്ടാവും, മിസ്സിംഗ് ഫിഗർ കണ്ടുപിടിക്കാനായിരിക്കും പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുക. ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ടു ക്രെഡിറ്റ് സെയിൽസ്. ടു ബിൽസ് റിസീവബിൾ ഡിസോണേഡ്, അതായത് ഡെറ്റേഴ്സിൻ്റെ ഇന്ന് ക്യാഷ് കിട്ടുന്നതിന് പകരം അല്ലെങ്കിൽ ചെക്ക് കിട്ടുന്നതിന് പകരം അവരൊരു പ്രോമിസ് വരും. ആ പ്രോമിസിന് പറയുന്ന പേരാണ് ബിൽസ് റിസീവബിൾ അല്ലേ. ആ ബിൽസ് റിസീവബിൾ ഡെറ്റേഴ്സ് നമ്മൾക്ക് തന്നു, പക്ഷേ അത് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ ഡെബിറ്റ് ചെയ്യണം ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ. അപ്പോൾ ടു ബിൽസ് റിസീവബിൾ ഡിസോണേഡ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് എന്തെങ്കിലും റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. ബിൽസ് റിസീവബിൾ എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബിസിനസ് ഈ ഡെറ്റേഴ്സിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. അലവൻസസ് ക്ലെയിംഡ് ബൈ റിട്ടേൺ ഇൻവേർഡ്സ്, എന്തെങ്കിലും സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് അക്കൗണ്ട് ചെയ്യണം. ബൈ ബാഡ് ഡെറ്റ്സ്, പിന്നെ ബൈ ട്രാൻസ്ഫർ ടു ഓർ ഫ്രം ക്രെഡിറ്റേഴ്സ്, അതെന്താണെന്ന് ഞാൻ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. നിങ്ങളിവിടെ ഓർത്ത് വയ്ക്കാം, ട്രാൻസ്ഫർ ടു ഓർ ഫ്രം ക്രെഡിറ്റേഴ്സ്. ഇനി അതിൻ്റെ ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെറ്റേഴ്സ്, അതായത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ. മിക്കവാറും നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ക്ലോസിങ്ങും ഓപ്പണിങ്ങും തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ചെയ്യേണ്ടത് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് സൈഡെല്ലാം ടോട്ടൽ ചെയ്യുക, അതിൽ ഡെബിറ്റ് സൈഡിൽ നിന്ന് അറിയാവുന്ന ഫിഗറിൽ നിന്ന് ലെസ് ചെയ്താൽ നമ്മൾക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പോൾ ഇത്തിരി കൂടി ക്ലാരിറ്റി കിട്ടും. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടോട്ടൽ സെയിൽസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2016. ഇയർ 2016 കുറേ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇയർ 2016 ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണം. ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ കുറേ ഇൻഫർമേഷൻ തന്നത് എന്തൊക്കെയാണ്? ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 1/1/2016 ഇവിടെ ഇയർ 2016 പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ കലണ്ടർ ഇയർ ആണ് ഉദ്ദേശിക്കുന്നത്. ജനുവരി 2016 ടു ഡിസംബർ 2016 കണക്കാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് അല്ലേ, 1 ജനുവരി 2016 ഡെറ്റേഴ്സ്. പിന്നെ ക്ലോസിംഗ് തന്നിട്ടുണ്ട്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെറ്റ്, സെയിൽസ് റിട്ടേൺ, ക്യാഷ് സെയിൽസ്, ബിൽസ് റിസീവ്ഡ്, ഇത്രയും ഐറ്റംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഡെറ്റേഴ്സ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്, അത് നമ്മൾ എന്ത് ചെയ്തു? ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എത്രയാണ്? 17,140. ഇനി അടുത്ത എന്താ തന്നേക്കുന്നത്? ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് നമ്മൾ അക്കൗണ്ടിൻ്റെ ഏറ്റവും അവസാനം എഴുതുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എത്രയാണ്? 15,150, അതെടുത്ത് എഴുതുക. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലേ ഡെറ്റേഴ്സിൻ്റെ നിന്ന്. അപ്പോൾ ബൈ ക്യാഷ് 52,300. ഇനി അടുത്ത ഐറ്റം ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അപ്പോൾ ബൈ ഡിസ്കൗണ്ട് അലൗഡ് 2,400. ഇനി ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് വന്നിട്ടുണ്ട് 3,100. ബൈ ബാഡ് ഡെറ്റ്സ്
3100. സെയിൽസ് റിട്ടേൺസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റിട്ടേൺസ് ഇൻവേർട്സ് തന്നിട്ടുണ്ട് 4200. അപ്പോൾ ബൈ സെയിൽസ് റിട്ടേൺസ് അല്ലെങ്കിൽ ബൈ റിട്ടേൺസ് ഇൻവേർട്ട് 4200. ഏറ്റവും അവസാനം ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ട് അല്ലേ. ബിൽസ് റിസീവബിൾ 5600. ബൈ ബിൽസ് റിസീവബിൾ 5600. പിന്നെ ഇവിടെ ഒരു സാധനം തന്നിട്ടുണ്ട്, ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് എവിടെ എടുക്കണം? ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്യാഷ് സെയിൽസ് എവിടെയാണ് വരിക? ക്യാഷ് ബുക്കിലാണ് വരിക അല്ലേ. ക്യാഷ് സെയിൽസിൻ്റെ ജേണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടിലല്ല ക്യാഷ് സെയിൽസ് വരുന്നത്, അത് വരുന്നത് ക്യാഷ് അക്കൗണ്ടിലാണ്. ഇതിവിടെ തന്നേക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാനാണ് അല്ലേ. ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽസും അറിയണം, ക്യാഷ് സെയിൽസും അറിയണം. അപ്പോൾ നമ്മൾക്ക് ക്രെഡിറ്റ് സൈഡിലെ ഐറ്റംസ് എല്ലാം നമ്മൾ ഫില്ലായി. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുമ്പോൾ 82,750 വരും. അതിൽ നിന്ന് 17,140, അതായത് ഓപ്പണിംഗ് ബാലൻസ് കുറച്ച് കഴിഞ്ഞാലുള്ള ഫിഗർ എന്താ? ടു സെയിൽസ് നിന്ന് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ 65,610 ആണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രെഡിറ്റ് സെയിൽസ് കിട്ടി, ക്യാഷ് സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യനിൽ നമ്മളുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് കിട്ടും. അപ്പോൾ ടോട്ടൽ സെയിൽസ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് പ്ലസ് ക്യാഷ് സെയിൽസ്, അതായത് 65,610 പ്ലസ് 15,000 ക്യാഷ് സെയിൽസ് ഈസ് 80,610. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഉപയോഗിച്ച് ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, ലയബിലിറ്റീസിനെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. അതുപോലെ തന്നെ ബൈ ക്രെഡിറ്റ് പർച്ചേസ്, ബൈ ബിൽസ് പേയബിൾ ഡിസോണർ. നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്ത ബിൽസ് പേയബിൾ എന്തെങ്കിലും ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യാം. ഇനി ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ്. നമ്മളുടെ ബിസിനസ് ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ സപ്ലയേഴ്സിന് എന്തെങ്കിലും ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുക. ടു ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ്. നമ്മൾ ക്രെഡിറ്റേഴ്സിന് ബിൽസ് പേയബിൾ കൊടുത്തു, അവരത് അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ടു ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞ് എഴുതുക. ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. നമ്മൾക്ക് സപ്ലയേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ടു ഡിസ്കൗണ്ട്. അലവൻസസ് എന്തെങ്കിലും റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടു അലവൻസ്. ടു റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺസ്. നമ്മൾക്ക് ക്രെഡിറ്റേഴ്സ് എന്ന കാര്യം ഡിഫക്റ്റീവ് ആണെങ്കിൽ ഡിഫക്റ്റീവ് ഗുഡ്സ് അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും അല്ലേ, അതിനെ പർച്ചേസ് റിട്ടേൺസ് പറയാം. അപ്പോൾ ടു റിട്ടേൺ ഇൻ ഔട്ട്വേർഡ്സ്. ടു ട്രാൻസ്ഫർ ടു ഓർ ഫ്രം ഡെറ്റേഴ്സ്. ഏറ്റവും അവസാനം ടു ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ഇതാണ് ഫോമാറ്റ്. ആ ഫോമാറ്റ് ഇത്തിരി കൂടി ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇല്ലസ്ട്രേഷൻ ചെയ്ത് നോക്കാം. ഇതിൽ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടോട്ടൽ പർച്ചേസസ് മെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2016. ടോട്ടൽ പർച്ചേസസ്, അതായത് ആ ഒരു കലണ്ടർ ഇയറിലെ ടോട്ടൽ പർച്ചേസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിന് കുറേ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ 1/1/2016 15,400 തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഫ്രം ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. റിട്ടേൺ ഔട്ട്വേർഡ്സ്, അതായത് പർച്ചേസ് റിട്ടേൺസ് തന്നിട്ടുണ്ട്. ബിൽസ് പേയബിൾ ഗിവൺ തന്നിട്ടുണ്ട്. കൂടാതെ ക്യാഷ് പർച്ചേസസ് തന്നിട്ടുണ്ട്. ക്യാഷ് പർച്ചേസിൻ്റെ ആവശ്യം ടോട്ടൽ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോമാറ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യും നോക്കാം. ഓക്കെ, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് അല്ലേ, എത്രയാണ്? 15,400. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 15,400. ഇനി അടുത്തത് എന്താ? ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസാണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 24,700. അടുത്ത് വന്നേക്കുന്ന ക്യാഷ് പേ ടു ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുത്തേക്കുന്ന അവരുടെ ലയബിലിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട് പേ ഓഫ് ചെയ്തേക്കുന്ന ടു ക്യാഷ് എത്രയാണ്? 12,000 rupees. നമ്മൾക്ക് അവരിൽ നിന്ന് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ് 900. അപ്പോൾ ടു ഡിസ്കൗണ്ട് 900 rupees. അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺസ് ടു റിട്ടേൺസ് ഔട്ട്വേർഡ്സ് 3,200. ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്ത ബിൽസ് പേയബിൾ ഈസ് ₹9,000. അപ്പോൾ ടു ബിൽസ് പേയബിൾ. ഇനി ഏറ്റവും അവസാനം ബാലൻസ് ക്യാരി ഡൗൺ. നമ്മൾ നേരത്തെ എഴുതിയ ഫിഗർ തന്നെയാണ് 24,700. അപ്പോൾ നമ്മൾക്ക് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. നമ്മൾക്ക് ഡെബിറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും എഴുതി. ഡെബിറ്റ് സൈഡിലെ ഐറ്റംസ് എല്ലാം ടോട്ടൽ ചെയ്യുക. അപ്പോൾ 49,800 വരും. 49,800 മൈനസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് 15,400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34,400. ഇതെന്താണ്? പർച്ചേസസ് ആണല്ലേ. എന്ത് പർച്ചേസാണ്? ക്രെഡിറ്റ് പർച്ചേസ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്ന ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ ബൈ പർച്ചേസസ് 34,400. ഇതാണ് ക്രെഡിറ്റ് പർച്ചേസസ് ഡ്യൂറിങ് ദ ഇയർ 2016. നമ്മളുടെ അടുത്ത് പക്ഷേ ക്രെഡിറ്റ് പർച്ചേസ് അല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ടോട്ടൽ പർച്ചേസ് ആണ്. അപ്പോൾ ടോട്ടൽ പർച്ചേസ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് പർച്ചേസ് പ്ലസ് ക്യാഷ് പർച്ചേസ്.
അതായത് 34,400 പ്ലസ് 12,500 എത്രയാണ് 46,900. ഇതാണ് ടോട്ടൽ പർച്ചേസസ് ഡ്യൂറിങ് ദ ഇയർ 2016. ഇനി നമ്മൾക്ക് ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടും നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഡെറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. കൂടാതെ പ്രിപ്പയർ ചെയ്യേണ്ട 2 അക്കൗണ്ടാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ടും ബിൽസ് പേയബിൾ അക്കൗണ്ടും. ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റേഴ്സ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ ഡെറ്റേഴ്സ്, ബിസിനസ്സിന് ക്യാഷ് തരാനുള്ള ആളുകളെയാണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് വിളിക്കുക. അവർ ക്യാഷ് തരുന്നതിന് ഒരു പ്രോമിസ് തരും. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പഠിച്ചിട്ടുണ്ട്, കൂടുതൽ എക്സ്പ്ലെയിൻ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ആ ഒരു പ്രോമിസാണ്, ഇന്ന ഡേറ്റിൽ ഇത്ര രൂപ നിങ്ങൾക്ക് തന്നോളാം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ബിൽസ് റിസീവബിൾസിൻ്റെ അക്കൗണ്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വർഷത്തെ എത്രയാണ് സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബിൽസ് റിസീവ് ചെയ്തതെന്നൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അസറ്റാണ്. അസറ്റിന് നേരത്തെ പറഞ്ഞ പോലെ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ എപ്പോഴും ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ അല്ലെങ്കിൽ ടു ഓപ്പണിംഗ് ബാലൻസ്. പിന്നെ ഡെബിറ്റ് സൈഡിൽ തന്നെ ടു സൺഡ്രി ഡെറ്റേഴ്സ്, ആ വർഷം അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ സൺഡ്രി ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എത്ര ബിൽസ് റിസീവ് ചെയ്തോ അതിൻ്റെ എമൗണ്ടാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ്, ബിൽസ് റിസീവ് ചെയ്തതിന് അഗൻസ്റ്റ് ആയിട്ട് ക്യാഷ് ആ വർഷം കിട്ടിയേക്കുന്നതാണ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, ഇനി അടുത്ത് ബൈ ക്യാഷ് ആൻഡ് ഡിസ്കൗണ്ട്, ബാങ്കിൽ കൊണ്ടുപോയി ഈ ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിഗർ എഴുതുക. ബൈ സൺഡ്രി ഡെറ്റേഴ്സ്, ഇവിടെ ബിൽസ് റിസീവബിൾ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഡിസോണർ ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇവിടെ എഴുതണം. അപ്പോൾ ബൈ സൺഡ്രി ഡെറ്റേഴ്സ്. ബൈ സൺഡ്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ നേരത്തെ ട്രാൻസ്ഫർ ടു ഓർ ഫ്രം ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ടു ഓർ ഫ്രം ഡെറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞില്ലേ. അതായത് സപ്പോസ് നമ്മൾക്ക് ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നൊരു ബിൽ റിസീവബിൾ കിട്ടി, നമ്മളാണെങ്കിൽ നമ്മളുടെ ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് ക്യാഷ് ആണെങ്കിൽ കൊടുക്കാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ബിൽസ് റിസീവബിൾ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ പേരിലോ സൈൻ ചെയ്ത് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കും. അതായത് ആ ബിൽസ് റിസീവബിൾ നമ്മൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതിന് പകരം സൺഡ്രി ക്രെഡിറ്റർക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾക്ക് വേണ്ട, നമ്മൾ കൊടുക്കാനുള്ള ആൾക്ക് അത് കൊടുത്തു. അപ്പോൾ അവർക്ക് ഈക്വലൻ ടു ക്യാഷ് ആണ്. അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൽസ് റിസീവബിൾ സൺഡ്രി ക്രെഡിറ്റേഴ്സിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ആ എമൗണ്ട് ഇവിടെ എഴുതണം. അത് ബൈ സൺഡ്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് എഴുതണം. ഏറ്റവും അവസാനം ബൈ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഇതാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ്. അതുപോലെ തന്നെ ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നതാണ്. ഓക്കെ, അതായത് ബിൽസ് റിസീവബിളിന് നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലയബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഈസ് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുക. ബൈ സൺഡ്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ കൊടുത്ത ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് ഇവിടെ എടുത്ത് എഴുതുക. ഇനി ടു ക്യാഷ് പെയ്ഡ്, ഈ അക്സെപ്റ്റ് ചെയ്ത ബില്ലുകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ സൺഡ്രി ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് ഇവിടെ എഴുതുക. ടു ക്യാഷ് പെയ്ഡ് അല്ലെങ്കിൽ ടു ക്യാഷ് അല്ലെങ്കിൽ ടു ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ഓക്കെ, ടു സൺഡ്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ കൊടുത്ത ബിൽസ് പേയബിൾ എന്തെങ്കിലും ഡിസോർഡർ ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണം കൊണ്ട് ഡിസോർഡർ ആയിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഇനി ടു ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇതാണ് ബിൽസ് പേയബിൾ അക്കൗണ്ടിൻ്റെ ഫോമാറ്റ്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഫ്രം ദ പെർട്ടിക്കുലേഴ്സ് ഗിവൺ ബിലോ അസർട്ടൈൻ ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് റിസീവബിളിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് നമ്മൾക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ ഇൻഫർമേഷനാണ് തന്നിരിക്കുന്നത്? ബിൽസ് റിസീവബിൾ ആസ് ഓൺ 1/1/2016 ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ബിൽസ് റിസീവബിൾ ഡ്യൂറിങ് ദ ഇയർ, ആ വർഷം കിട്ടിയ ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ബിൽസ് റിസീവബിളിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾക്ക് ക്യാഷ് കിട്ടിയേക്കുന്ന എത്രയാണെന്ന് അറിയാം. ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്കേഴ്സ് അറിയാം. ബിൽസ് റിസീവബിൾ ഡിസോണർ ആയിട്ട് എത്ര രൂപയുടെ ബിൽസ് ഡിസോണർ ആയെന്നുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ക്രെഡിറ്റേഴ്സിന് ട്രാൻസ്ഫർ ചെയ്ത ബിൽസിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് പറഞ്ഞേക്കുന്ന അസർട്ടൈൻ ബിൽസ് റിസീവബിൾ ബാലൻസ് ആസ് ഓൺ 31/12/2016 ഇയർ എൻഡിൽ എത്രയാണ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അസർട്ടൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ എന്താ, ഇത് അസറ്റാണ്, അതുകൊണ്ട് തന്നെ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ, അപ്പോൾ 22,000. ഇനി നമ്മൾക്ക് എത്രയാണ് ബിൽസ് റിസീവബിൾ ആ വർഷം കിട്ടിയതെന്ന് അറിയണം അല്ലേ, അറിയാം, ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ടു സൺഡ്രി ഡെറ്റേഴ്സ് 23,000. ഇപ്പോൾ ഡെബിറ്റ് സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി എന്താ, ഈ 22,000-ഉം 23,000-ഉം എഗൻസ്റ്റ് ആയിട്ട് എത്രയാണ് ആ വർഷം ക്യാഷ് റിസീവ് ചെയ്തത് അത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ബിൽസ് റിസീവബിളിൽ മൊത്തം 45,000 ബിൽസ് റിസീവബിൾ ഉണ്ട് അല്ലേ. അതിന് എഗൻസ്റ്റ് ആയിട്ട് ആ വർഷം കിട്ടിയേക്കുന്നത് 4,000 രൂപ, ബൈ ക്യാഷ് 4,000. ഇനി ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്കേഴ്സ്, നമ്മൾക്ക് പൈസയ്ക്ക് അത്യാവശ്യം വന്നു. ബിൽസ് റിസീവബിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിനിട്ടായിരിക്കും തരുന്നത്. അതായത് ഇന്ന ഡേറ്റിൽ നിങ്ങൾക്ക് ഈ ബിൽസ് റിസീവബിൾ എൻ്റെ പേയ്മെൻറ്റ് ഞങ്ങൾ നടത്തിക്കോളാം എന്നും പറഞ്ഞായിരിക്കും ഡെറ്റേഴ്സ് തരുന്നത്. സപ്പോസ്
മാർച്ച് 31 പേയ്മെൻറ്റ് നടത്തിക്കോളാം എന്ന് പറഞ്ഞായിരിക്കും തരുന്നത്. പക്ഷേ മാർച്ച് 31 മുന്നേ നമ്മൾക്ക് എന്തെങ്കിലും പണത്തിന് ആവശ്യം വന്നാലോ നമ്മൾക്ക് ഡെറ്റേഴ്സിൻ്റെ അടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. ഡെറ്റേഴ്സ് പറയും ഇല്ല, ഞങ്ങൾ മാർച്ച് 31 തരാമെന്നാണ് പ്രോമിസ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ മാർച്ച് 31 തരുള്ളൂ. സപ്പോസ് നമുക്ക് ഫെബ്രുവരി 1 നമ്മൾക്കൊരു ആവശ്യം വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മൾക്ക് ആ ഒരു ബിൽസ് റിസീവബിൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം. ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ക്യാഷ് തരും അതിന് അഗൻസ്റ്റായിട്ട്. സപ്പോസ് 1000 രൂപയുടെ ബിൽസ് റിസീവബിളാണ് നമ്മൾക്ക് ഡെറ്റർ തന്ന്, പക്ഷേ ഡെറ്റർ മാർച്ച് 31 പേ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഫെബ്രുവരി 1 ആവശ്യം വന്നു. 1000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു 1000 രൂപയുടെ ബിൽസ് റിസീവബിൾ. പക്ഷേ ബാങ്ക് 1000 രൂപ തരില്ല. ബാങ്ക് പറയും ഞങ്ങൾക്ക് എന്തെങ്കിലും ലാഭം വേണം, 1000 രൂപ തരാൻ പറ്റില്ല, പകരം ഞങ്ങൾ എന്ത് തരാം? ഒരു 800 രൂപ തരാം. ബാക്കി 200 രൂപ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ 200 രൂപ ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബാങ്കിൻ്റെ കമ്മീഷനാണ്. അപ്പോൾ 800 1000 കിട്ടേണ്ടടുത്ത് നമ്മൾക്ക് 800 രൂപ കിട്ടിയുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കുഴപ്പമില്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസയ്ക്ക് അത്ര അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ പൈസക്ക് അത്യാവശ്യം വരുമ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ കിട്ടിയ ബിൽസിന് ഡിസ്കൗണ്ട് ചെയ്യാമെന്ന് പറയും ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത്. അങ്ങനത്തെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ബിൽസ് റിസീവബിൾ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്കേഴ്സ്, അത് 6000 ആണ് ആ വർഷം നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ബൈ ക്യാഷ് ഡിസ്കൗണ്ട് 6000. ഓക്കെ. ഇനി ബൈ ബിൽസ് റിസീവബിൾ ഡിസോണേർഡ് അല്ലെങ്കിൽ ബൈ സൺട്രി ഡെറ്റേഴ്സ് 3500 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. സൺട്രി ഡെറ്റേഴ്സ് നമ്മൾക്ക് സൺട്രി ഡെറ്റേഴ്സ് തന്നേക്കുന്ന ബിൽസിൽ കുറേയൊക്കെ ഡിസോണറായി, പേയ്മെൻ്റ് ഒന്നും നടത്തിയില്ല, ഡീഫോൾട്ട് വരുത്തി, അതിനാണ് ബിൽസ് ഡിസോണേർഡ് എന്ന് പറയുക. അപ്പോൾ 3400 ബിൽസ് റിസീവബിൾ ഡിസോണേർഡായി. അപ്പോൾ ബൈ സൺട്രി ഡെറ്റേഴ്സ് 3400. അവസാനം ബിൽസ് റിസീവബിൾ എൻഡോഴ്സ് ടു ക്രെഡിറ്റേഴ്സ്. നമ്മൾക്ക് ഇവിടെ 45,000 ബിൽസ് ഉണ്ട്. അതിൽ 4500 രൂപയുടെ ബിൽസ് നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ പേരിൽ കൊടുത്തു. അവർക്കത് എന്നാണോ ഡ്യൂ ഡേറ്റ് വരുന്നത് ആ ഡേറ്റിൽ പോയി എൻക്യാഷ് ചെയ്യാം. അങ്ങനെ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ് 4500. അപ്പോൾ നമ്മൾക്ക് ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ കിട്ടി 45,000. ഇനി എല്ലാം ക്രെഡിറ്റ് സൈഡിലെ എല്ലാ ഐറ്റംസും നമ്മൾ പോസ്റ്റ് ചെയ്തു. നമ്മൾക്ക് ഇൻഫർമേഷൻ തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം പോസ്റ്റ് ചെയ്തു. ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. എത്രയാണ്? ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 27,100. അതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ബിൽസ് റിസീവബിളിൻ്റെ ബാലൻസ് ആസ് ഓൺ 31/12/2016. ഇനിയത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്രം ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ അസർട്ടൈൻ ദ എമൗണ്ട് ഓഫ് ബിൽസ് പേയബിൾ. നമ്മൾ നേരത്തെ നോക്കിയ ബിൽസ് റിസീവബിൾ ആണ്. ആസ് ഓൺ 31/12/2016. ഇവിടെ പറഞ്ഞേക്കുന്ന ക്ലോസിംഗ് ബിൽസ് പേയബിൾ കണ്ടുപിടിക്കാനാണ്. നമുക്ക് തന്നേക്കുന്ന ഓപ്പണിംഗ് ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ് ബൈ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, കൂടാതെ ക്യാഷ് പെയ്ഡ് അഗൈൻസ്റ്റ് ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ ഡിസോണർ ആയിട്ടുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ നമുക്ക് ആദ്യം ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യാം. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 26,000 ഈ എമൗണ്ട് എടുത്ത് റെക്കോർഡ് ചെയ്തു. പിന്നെ ക്രെഡിറ്റേഴ്സ് അക്സെപ്റ്റ് ചെയ്ത ബിൽസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് 19,000 റുപ്പീസിൻ്റെ അല്ലേ. അപ്പോൾ ബൈ സൺട്രി ക്രെഡിറ്റേഴ്സ് 19,000 റുപ്പീസ്. ഇനി എന്താ തന്നിരിക്കുന്നത്? ക്യാഷ് പെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ബിൽസ് പേയബിൾ. അപ്പോൾ ടു ക്യാഷ് 12,000 റുപ്പീസ്. ബിൽസ് പേയബിൾ ഡിസോണറിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ടു സൺട്രി ക്രെഡിറ്റേഴ്സ് 5,000 റുപ്പീസ്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡ് കിട്ടി ടോട്ടൽ 45,000. നമ്മൾക്ക് ക്രെഡിറ്റ് സൈഡ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട എല്ലാം പോസ്റ്റ് ചെയ്തു. ബാലൻസിങ് ഫിഗർ കിട്ടി 28,000. ഇതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ ആസ് ഓൺ 31/12/2016. അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ 28,000. ഇതാണ് ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഓക്കെ. ഇനി ഒരു ഇല്ലസ്ട്രേഷൻ കൂടി നോക്കാം. ഇതിൽ പറഞ്ഞേക്കുന്ന അസർട്ടൈൻ ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് പർച്ചേസസ്, അതായത് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ് അസർട്ടൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഫ്രം ദ ഫോളോയിങ് ഫിഗേഴ്സ്. എന്തൊക്കെയാണ് തന്നേക്കുന്നത്? ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സിൻ്റെ ആണ് ഇവിടെ ഫുൾ തന്നേക്കുന്ന ഡെറ്റേഴ്സ്, ഇവിടെ ക്രെഡിറ്റേഴ്സിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് റിസീവ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് അലൗഡ്, ബാഡ് ഡെറ്റ്സ്, റിട്ടേൺസ്, ബിൽസ് റിസീവബിൾ ഡിസോണേഡ്, പിന്നെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിവിടെ എല്ലാം തന്നിട്ടുണ്ട്. എന്തുമാത്രം തന്നിട്ടില്ല? ക്രെഡിറ്റ് സെയിൽസ് മാത്രം തന്നിട്ടില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിങ് ഫിഗർ വരുന്നത് എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ 11,200. ഓക്കെ. പിന്നെ ക്യാഷ് റിസീവ്ഡ് തന്നിട്ടുണ്ട് അല്ലേ. ബൈ ക്യാഷ് 37,200. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് അലൗഡ്, ബൈ ഡിസ്കൗണ്ട് അലൗഡ് 2,400. പിന്നെ ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് തന്നിട്ടുണ്ട് 600, ബൈ ബാഡ് ഡെറ്റ്സ് 600. റിട്ടേൺസ്, അതായത് സെയിൽസ് റിട്ടേൺസ് ആണ്, ബൈ റിട്ടേൺ ഇൻവേർഡ്സ് 1,100 തന്നിട്ടുണ്ട്. ബൈ ബിൽസ് റിസീവബിൾ 9,200. നമ്മൾക്ക് ഡെറ്റേഴ്സിൻ്റെ നിന്ന് കിട്ടിയേക്കുന്ന ബിൽസ് റിസീവബിളിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ബൈ ബിൽസ് റിസീവബിൾ 9,200. ബൈ ബിൽസ് റിസീവബിൾ ഡിസോണേഡ് തന്നിട്ടുണ്ട്. ആ വർഷം അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഡിസോണർ ആയ ബില്ല്. അപ്പോൾ അതെന്ത് ചെയ്യാം? ടു ബിൽസ് റിസീവബിൾ ഡിസോണേഡ് 800 റുപ്പീസ്. ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ബാലൻസ് ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 9,500.
ഇതിൻ്റെ എല്ലാം ബാലൻസിങ് ഫിഗർ നെറ്റ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ടു ക്രെഡിറ്റ് സെയിൽസ് 48,000 എന്ന് പറഞ്ഞു വരും അല്ലേ. ഇവിടുത്തെ എല്ലാം ടോട്ടൽ ചെയ്യുക. അപ്പോൾ 60,000 കിട്ടും. 60,000 മൈനസ് 11,200 മൈനസ് 800 ദാറ്റ് ഈസ് ടു ക്രെഡിറ്റ് സെയിൽസ് 48,000 കിട്ടി. അപ്പോൾ നമ്മൾക്ക് ക്രെഡിറ്റ് സെയിൽസ് കിട്ടി. ആദ്യത്തെ ഐറ്റം നമ്മൾക്ക് കിട്ടി. ഇനി നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് പർച്ചേസാണ്. ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്കിവിടെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അല്ലേ. അത് നമ്മൾക്ക് പോസ്റ്റ് ചെയ്താൽ മാത്രം മതി. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 6,400 ടു ക്യാഷ് 25,600. പിന്നെ തന്നേക്കുന്നത് ഡിസ്കൗണ്ട് റിസീവ് ചെയ്തതാണ്. അപ്പോൾ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ് 600. പിന്നെ റിട്ടേൺസ് പർച്ചേസ് റിട്ടേൺസ് ഉണ്ട്. ടു റിട്ടേൺസ് അല്ലെങ്കിൽ ടു പർച്ചേസ് റിട്ടേൺസ് അല്ലെങ്കിൽ ടു റിട്ടേൺസ് ഔട്ട്വേർഡ്സ് 700. ബിൽസ് പേയബിൾ ഇഷ്യൂഡിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ടു ബിൽസ് പേയബിൾ 3,400. ഡിസോണർ ആയതിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എഴുതേണ്ട കാര്യമില്ല. പിന്നെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ടു ബാലൻസ് ക്യാരി ഡൗൺ ഈസ് 7,400. അപ്പോൾ നമ്മൾക്ക് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ 37,700 കിട്ടും. 37,700 നിന്ന് 6,400 അതായത് ഓപ്പണിംഗ് ബാലൻസ് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ബാലൻസിങ് ഫിഗർ എന്താണ്? ക്രെഡിറ്റ് പർച്ചേസസ് ദാറ്റ് ഈസ് 31,300. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസും ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസും നമ്മൾക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ മെത്തേഡിൽ ട്രേഡിംഗ് അക്കൗണ്ടിനും P&L അക്കൗണ്ടിനൊക്കെ വേണ്ടി ക്രെഡിറ്റ് പർച്ചേസസും ക്രെഡിറ്റ് സെയിൽസും ഒക്കെ കണ്ടുപിടിക്കുന്ന. പിന്നെ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ബിൽസ് പേബിൾ അക്കൗണ്ടൊക്കെ നമ്മൾക്ക് എവിടെ ആവശ്യം വരിക? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ കൺവേർഷൻ മെത്തേഡിൻ്റെ ഈ പ്രോബ്ലംസ് എല്ലാം ഇന്ന് ചെയ്ത പ്രോബ്ലംസും തിയറിയും നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.